we will discuss about extension of Green's theorem to regions with holes. അപ്പോൾ നമ്മൾ ഗ്രീൻസ് തിയറം ഇപ്പം അപ്ലൈ ചെയ്തത് ഒരു സിംഗിൾ റീജിയൻ ആണ്. അപ്പോൾ റീജിയനുള്ളിൽ ഹോൾസ് ഒന്നും വരാത്ത ഒരു റീജിയന് വേണ്ടിയുള്ള ഗ്രീൻസ് തിയറം ആയിരുന്നു നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഇനി നമ്മൾ ആ ഗ്രീൻസ് തിയറം എന്ന് പറയുന്നത് ഒരു ഹോളുള്ള ഒരു റീജിയനിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്താൽ എങ്ങനെയിരിക്കും എന്നാണ് കാണാൻ പോകുന്നത്. എന്ന് വെച്ചാൽ ഇപ്പൊ ഞാൻ ഇവിടെ വരച്ച് വെച്ചിരിക്കുന്നതാണ് നമ്മുടെ റീജിയൻ. അപ്പൊ ഈ പോർഷനാണ് നമ്മുടെ റീജിയൻ. ഇതൊരു ഹോളാണ്. ഇത് നമ്മുടെ റീജിയനിൽ പെടുന്ന ഭാഗമല്ല. ഈ ഇത്രയും ഭാഗം നമ്മുടെ റീജിയനിൽ നിന്ന് ഒഴിവാക്കി കളഞ്ഞേക്കുന്നതാണ് ഈ കേർവിനുള്ളിലുള്ളത്. അപ്പൊ രണ്ട് കേർവ് കൊണ്ട് ബൗണ്ടഡ് ആയിട്ടുള്ള ഒരു റീജിയനാണ്. അപ്പൊ ഇങ്ങനെയുള്ള നമുക്ക് മൊത്തത്തിൽ ഇപ്പൊ ഇങ്ങനെ ഒരു റീജിയൻ ആയിരുന്നെങ്കിൽ നമുക്ക് ഗ്രീൻസ് തിയറം ഡയറക്റ്റ് അപ്ലൈ ചെയ്യായിരുന്നു. അതുപോലെ ഇത് മൊത്തത്തിലുള്ള ഒരു റീജിയൻ ആയിരുന്നെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാമായിരുന്നു. അപ്പോൾ അല്ലാതെ എങ്ങനെ നമ്മൾ അപ്ലൈ ചെയ്യാൻ നോക്കാം. Green's theorem can be extended to a region R with holes, that is a region bounded between two or more piecewise smooth simple closed curves. ഇതിപ്പോൾ 2 കർവിന്റെ കാര്യം പറഞ്ഞിട്ടുള്ളൂ. 2ലും കൂടുതൽ കർവ് കൊണ്ടും ബൗണ്ടഡ് ആയിട്ട് നമുക്ക് വരയ്ക്കാനായിട്ട് പറ്റുമോ? അപ്പോൾ 1-2 ഹോൾസ് ഉണ്ടാവും. അപ്പം അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മൾ C1 എന്ന് പറഞ്ഞ കർവ് ഇതാണ്. C1ന്റെ ഡയറക്ഷൻ ഏതാണ്? ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനും അതുപോലെ C2ന്റെ ഡയറക്ഷൻ ക്ലോക്ക് വൈസ് ഡയറക്ഷനുമാണ്. അപ്പൊ അതെന്തിനാന്ന് വെച്ചാൽ എങ്ങനെയാ നമ്മൾ ആ ഡയറക്ഷൻ മാർക്ക് ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ അപ്പൊ ഇവിടെ റീജിയൻ R ബൗണ്ടഡ് ബൈ C1ഉം C2 ആണ്. അപ്പൊ അങ്ങനെ അത് രണ്ടും കൂടെ C എന്ന് പറയുന്ന കർവ് ആയിട്ട് നമ്മൾ എടുക്കും. C1 യൂണിയൻ C2 സിമ്പിൾ ക്ലോസ്ഡ് കർവ് C ആയിട്ട് നമ്മൾ എടുക്കും. അപ്പൊ അതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ഇനി ഓറിയന്റേഷൻ എന്ന് പറയുന്നത് എന്താ നോക്കാം. നമ്മൾ C എന്ന് പറഞ്ഞ കർവ് പോസിറ്റീവ്ലി ഓറിയന്റഡ് ആന്ന് പറയണമെങ്കിൽ C എന്ന് പറഞ്ഞ കർവ് C1 യൂണിയൻ C2 ആണ്. അപ്പൊ C എന്ന് പറയുന്ന കർവ് പോസിറ്റീവ്ലി ഓറിയന്റഡ് എന്ന് എങ്ങനെ പറയുന്നത് വെച്ചാല് അപ്പൊ അത് 2 കർവ് കൊണ്ടാണ് ഇപ്പൊ ഇവിടെ ഫോം ചെയ്യുന്നത്. ഇപ്പൊ C1 എന്ന് പറഞ്ഞ കർവും C2 എന്ന് പറഞ്ഞ കർവും. അപ്പൊ ഏത് കർവ് എടുത്തു കഴിഞ്ഞാലും ആ കർവിന്റെ ഡയറക്ഷൻ ഇപ്പൊ ഇതിങ്ങനെയാണ്, ഈ ഡയറക്ഷനാണ്. അപ്പൊ ഈ ഡയറക്ഷന്റെ ലെഫ്റ്റ് സൈഡിൽ വേണം നമ്മുടെ റീജിയൻ വരാനായിട്ട്. ലെഫ്റ്റ് സൈഡിൽ നമ്മുടെ റീജിയൻ വരുന്ന തരത്തില് ഡയറക്ഷൻ വേണം. അപ്പൊ C1ന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടായിരിക്കണം. അതുപോലെ C2ന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടായാൽ എന്ത് സംഭവിക്കും? ഇവിടെയല്ല നമ്മുടെ റീജിയൻ ഉള്ളത്, ഇവിടെയാ റീജിയൻ ഉള്ളത്. അപ്പൊ റീജിയൻ ലെഫ്റ്റ് സൈഡിൽ വരാൻ വേണ്ടിയാണ് ഈ സൈഡിലേക്ക് നമ്മൾ മൂവ് ചെയ്യുന്നത്. അത് ആന്റി ക്ലോക്ക് വൈസിലും ഇത് ക്ലോക്ക് വൈസിലും ഇത് ആന്റി ക്ലോക്ക് വൈസിലും മൂവ് ചെയ്യാൻ കാരണം C എന്ന് പറയുന്നത് പോസിറ്റീവ്ലി ഓറിയന്റഡ് എന്ന് നമ്മൾ എടുക്കുന്നത് കൊണ്ടാണ്. പിന്നെ നെഗറ്റീവ്ലി ഓറിയന്റഡ് ആണെങ്കിൽ നേരെ തിരിച്ച്. അപ്പൊ അതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. C is positively oriented since if we traverse C1 in a counterclockwise direction, the region C2 in a clockwise direction, the region R is always to the left. എന്ന് വെച്ചാൽ ഏത് കേർവിലൂടെ മൂവ് ചെയ്യണമെങ്കിലും നമ്മുടെ റീജിയൻ R എന്ന് പറയുന്നത് കേർവിന്റെ ലെഫ്റ്റിൽ വരണം. ഇതിങ്ങോട്ട് മൂവ് ചെയ്യുമ്പോൾ റീജിയൻ ലെഫ്റ്റിലാണ്, ഇതിങ്ങോട്ട് മൂവ് ചെയ്യുമ്പോൾ റീജിയൻ ലെഫ്റ്റിലാണ്. അതുകൊണ്ടാണ് നമ്മൾ പോസിറ്റീവ്ലി ഓറിയന്റഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇനി ഡയറക്ഷൻ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി അങ്ങനെ നോക്കിയാൽ മതി. അപ്പൊ ഇങ്ങോട്ടാണോ എന്ന് ഡൗട്ട് വരും. അപ്പൊ ഇങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാല് നമ്മുടെ റീജിയൻ അല്ല ഇവിടെ വരുന്നത്, റീജിയൻ ലെഫ്റ്റിൽ വരണം. അപ്പൊ അതുകൊണ്ട് ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നു. പിന്നെ നമ്മള് ഈ സെയിം റീജിയൻ നമ്മൾ ഗ്രീൻസ് തിയറം അപ്ലൈ ചെയ്യണമെങ്കിൽ എന്ത് വരണം? ഒരു റീജിയൻ എന്ന് പറയുന്നത് ഇപ്പൊ ഇവിടെ ഇടയ്ക്കൊരു ഹോള് വരുന്നതുകൊണ്ട് നമുക്ക് ഇവിടെ ആ ഡബിൾ ഇന്റഗ്രലൊന്നും ഡയറക്റ്റ് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പൊ നമ്മൾ ഇവിടെ ചെയ്യുന്നത് ഈ റീജിയനിൽ നമ്മളൊരു കട്ട് കൊടുക്കുക. നമ്മൾ ആ റീജിയനിലെ ഒരു ക്രോസ് കട്ട് കൊടുക്കുക. ഞാൻ ഇവിടെ വെച്ചിട്ട് നമ്മുടെ റീജിയനെ കട്ട് ചെയ്തു. If we now introduce cross cuts, the region R is divided into 2 sub-regions.
അപ്പൊ ഇതൊരു റീജിയൻ, ഈ കാണുന്ന ഒരു റീജിയൻ, അടുത്ത ഇതൊരു റീജിയൻ ആയിട്ട് നമുക്കിപ്പോൾ 2 സബ് റീജിയൻ ആക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഈ R എന്ന് പറഞ്ഞ റീജിയനെ ഡിവൈഡ് ചെയ്തു അല്ലെ. ഇങ്ങനെ ഇത് ഈ കർവ് കൊണ്ട് ബൗണ്ടഡ് ആയിട്ടുള്ള ഒരു റീജിയൻ അടുത്ത ചെയ്ത്. അപ്പൊ ഇതിൽ ഡയറക്ഷൻ നോക്കി നോക്കൂ, ഇതിങ്ങനെ തന്നെ ഇങ്ങോട്ട് തന്നെ മൂവ് ചെയ്യാം. ഇതിങ്ങനെ വന്ന് അപ്പൊ ഇതാണ് ഈ കർവിനുള്ളിലുള്ള റീജിയൻ. ഇതിനെ നമ്മൾ R1 ആയിട്ട് എടുത്തു. അടുത്തത് ഇതിങ്ങനെ, ഇവിടുത്തെ ഡയറക്ഷൻ എങ്ങോട്ട് മാറും, ഡയറക്ഷൻ ഒന്ന് ജസ്റ്റ് മാറ്റി കൊടുത്താൽ മതി. അടുത്ത റീജിയൻ എടുക്കുമ്പോൾ ഇങ്ങോട്ടായിരിക്കും ഡയറക്ഷൻ. ഈ റീജിയനിൽ ഇങ്ങോട്ട് ഡയറക്ഷൻ, ഈ റീജിയനിൽ ഇങ്ങോട്ട് ഡയറക്ഷൻ. ഇവിടെ ആകുമ്പോൾ ഇത് ഇങ്ങോട്ട്, ഇത് ഇങ്ങോട്ട്. അപ്പൊ ഈ റീജിയനെ നമ്മൾ R2 എന്നും വിളിക്കും. അപ്പൊ the region R is divided into 2 sub-regions, R1 and R2. അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിപ്പോ ഹോളൊന്നും ഇല്ലാത്തൊരു റീജിയനാണ്. അപ്പൊ ഗ്രീൻസ് തിയറം അപ്ലൈ ചെയ്യുന്ന തരത്തിലാണ് ഇരിക്കുന്നത്. R1 R2 എന്ന് പറഞ്ഞ 2 റീജിയനിലും നമുക്ക് എന്ത് ചെയ്യാം, ഗ്രീൻസ് തിയറം അപ്ലൈ ചെയ്യാം അല്ലെ. അപ്പൊ ബൈ അപ്ലൈയിങ് ഗ്രീൻസ് തിയറം ടു R1 ആൻഡ് R2, ഓരോന്നിനും നമ്മൾ ഗ്രീൻസ് തിയറം അപ്ലൈ ചെയ്യാനായിട്ട് പോവാം. നമ്മുടെ ഗ്രീൻസ് തിയറത്തിന്റെ ഇക്വേഷൻ എന്തായിരുന്നു, ഡബിൾ ഇന്റഗ്രൽ ഓവർ R ഡോ Q ബൈ ഡോ x minus ഡോ P by ഡോ y dA, which is equal to ഡബിൾ ഇന്റഗ്രൽ നമ്മളിപ്പോൾ 2 റീജിയൻ ആയിട്ട് ഇതിനെ സ്പ്ലിറ്റ് ചെയ്തു. ആദ്യം R1ലും ചെയ്യുക, പിന്നെ R2ലും ചെയ്യുക, രണ്ടും കൂടെ ആഡ് ചെയ്യാം. R1 ഡോ Q ബൈ ഡോ x മൈനസ് ഡോ P ബൈ ഡോ y dA പ്ലസ് ഡബിൾ ഇന്റഗ്രൽ ഓവർ R2 ഡോ Q ബൈ ഡോ x മൈനസ് ഡോ P ബൈ ഡോ y dA. അപ്പൊ ഇത് നമ്മളിതിനെ ഗ്രീൻസ് തിയറം അപ്ലൈ ചെയ്തിട്ട് ഇതിനെ എങ്ങനെ എഴുതാം, which is equal to integral over C1 P dx plus Q dy എന്ന് എഴുതാം. അതുപോലെ ഇതും എങ്ങനെ എഴുതാം, integral over C2 P dx plus Q dy എന്ന് എഴുതാം. അപ്പൊ ഇത് രണ്ടും കൂടെ നമുക്ക് ഇനി ആഡ് ചെയ്തിട്ട് ലൈൻ ഇന്റഗ്രലിലെ ആ ഇക്വേഷൻ ഫോം ചെയ്തിട്ട് C1 യൂണിയൻ C2 എന്താണ്, C ആണ്. അപ്പൊ നമ്മൾ ഇതിനെ മൊത്തത്തില് ഇന്റഗ്രൽ ഓവർ C P dx പ്ലസ് Q dy എന്ന് എഴുതാം. അപ്പൊ നമ്മുടെ ഗ്രീൻസ് തിയറം എന്ന് പറയുന്നത് ഇങ്ങനത്തെ ഹോൾസ് ഉള്ള കേസിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇപ്പൊ നമുക്ക് പ്രൂവ് ചെയ്തത്. അപ്പൊ ഇനി ഇതുപോലെ ഹോൾസ് ഉള്ള ഏതൊരു റീജിയൻ തന്നാലും നമുക്ക് ഇതുപോലെ എന്ത് ചെയ്യാൻ പറ്റും, ഗ്രീൻസ് തിയറം അപ്ലൈ ചെയ്തിട്ട് ഈ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പൊ അതിന്റെ ഒരു 2-3 പ്രോബ്ലംസ് നമുക്ക് ചെയ്ത് നോക്കാം. നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്, ഇവാലുവേറ്റ് ദ ലൈൻ ഇന്റഗ്രൽ ഓവർ C മൈനസ് y ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഡി എക്സ് പ്ലസ് എക്സ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഡി വൈ where C equal to C1 union C2. C1 is the square with the vertices 2, minus 2, 2, 2, minus 2, 2, minus 2, minus 2 in the counterclockwise direction, and C2 is the circle x square plus y square equal to 1 in the clockwise direction. അപ്പോൾ നമ്മുടെ ഈ ലൈൻ ഇന്റഗ്രൽ ആണ് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യേണ്ടത്. പിന്നെ ഇവിടെ C എന്ന് പറയുന്നത് C1 യൂണിയൻ C2 ആണെന്ന് തന്നിട്ടുണ്ട്. അതിൽ C1 എന്ന് പറയുന്നത് ഒരു സ്ക്വയർ ആണ്, അതിന്റെ 4 വെർട്ടിസസ് തന്നിട്ടുണ്ട്. അതിന്റെ ഡയറക്ഷൻ കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് ആ കർവ് മൂവ് ചെയ്യുന്നത്, സ്ക്വയർ മൂവ് ചെയ്യുന്നത്. ഇനി C2 എന്ന് പറയുന്നത് സർക്കിൾ ആണ്, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ
സർക്കിൾ എന്ന് വെച്ചാൽ ഒറിജിൻ സെന്ററും 1 റേഡിയസുമുള്ള സർക്കിളാണ്. അതിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. അപ്പൊ ഇതൊക്കെ വെച്ച് നമ്മൾ ആ പിക്ചർ ഒന്ന് സ്കെച്ച് ചെയ്തെടുക്കാം. നമുക്ക് ആദ്യം സ്ക്വയർ വരയ്ക്കുക. നമുക്ക് 1 2 0 1 2 -1 -2 -1 -2 ഇത്രയും പോയിന്റ്സ് മാർക്ക് ചെയ്തു. നമ്മൾ ആദ്യം മാർക്ക് ചെയ്യാൻ പോകുന്നത് 2 -2. എക്സിൽ 2 വൈയിൽ -2. ഇതാണ് പോയിന്റ്. ഇനി അടുത്ത് 2 2 ഇതാണ് ആ പോയിന്റ്. അടുത്ത -2 2 -2 2 -2 -2. അപ്പൊ ഇനി ഇത് 4 ജോയിൻ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, വരയ്ക്കാം. ഏകദേശം ഞാൻ വരയ്ക്കുന്നുള്ളൂ. ഈ 2 തന്നെ മൂവ് ചെയ്യണം. ഇതാണ് നമ്മുടെ സ്ക്വയർ. സ്ക്വയർ പോലെ ഇരുന്ന് നിങ്ങൾ വരയ്ക്കുമ്പോൾ കറക്റ്റ് വരച്ചാൽ മതി. അപ്പോൾ നമ്മുടെ സ്ക്വയർ ഇതാണ്. അപ്പോൾ പോയിന്റുകൾ മാർക്ക് ചെയ്തു. -2 2 2 2 2 -2 -2 -2. അപ്പോൾ ഇതിന്റെ ഡയറക്ഷൻ പറഞ്ഞിട്ടുണ്ട് കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ്. അപ്പൊ ഇതാണ് ഡയറക്ഷൻ. ഇനി അടുത്തത് സർക്കിൾ വിത്ത് സെന്റർ ഒറിജിനും റേഡിയസ് 1 ആയിട്ടുള്ള സർക്കിൾ. ഇതിലൂടെയുള്ളൊരു സർക്കിളാണ്. സർക്കിൾ പോലെ എടുത്താൽ മതി. അതിന്റെ ഡയറക്ഷൻ പറഞ്ഞിട്ടുണ്ട് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. അപ്പൊ ഇതാണ് ഡയറക്ഷൻ. ഇത് ആന്റി ക്ലോക്ക് വൈസ്, ഇത് ക്ലോക്ക് വൈസും. ഇത് പോസിറ്റീവ്ലി ഓറിയന്റഡ് ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ റീജിയൻ. ഈ ഉള്ളിലുള്ള പോർഷൻ ഇല്ല. ഇതാണ് നമ്മുടെ റീജിയൻ വരുന്നത്. നമ്മുടെ റീജിയൻ 6. ഇതിനെ കട്ട് ചെയ്തിട്ട് ഞാൻ C1 C2 എന്ന് പറഞ്ഞാൽ ഇവിടെ 2 കർവ്. ഇത് C2 ഇത് C1 ആണ്. സ്ക്വയർ C1ഉം സർക്കിള് C2 ആയിട്ട് എടുത്തു. ഇതിന്റെ ഇക്വേഷൻ എഴുതുക. x² + y² = 1 എന്ന്. ഇനി നമുക്ക് ഇതെല്ലാം ഇപ്പൊ നമ്മൾ വരച്ച കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതണം. Let R denote the region bounded by the curves C, where C equal to C1 union C2 is the square with the vertices -2 2 -2 2 2 -2 2 -2 -2 in the counterclockwise direction, and C2 is the circle x² + y² = 1 in the clockwise direction. അപ്പോൾ അതാണ് നമ്മൾ പിക്ചറിൽ വരച്ചിരിക്കുന്നത്. The curve C is positively oriented ആണ് അല്ലേ? നമ്മൾ ഈ ഡയറക്ഷൻ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ സൈഡിൽ മൂവ് ചെയ്താൽ ലെഫ്റ്റ് സൈഡിലാണ് നമ്മുടെ റീജിയൻ. അതുപോലെ ഇത് മൂവ് ചെയ്താൽ ലെഫ്റ്റ് സൈഡിലാണ് നമ്മുടെ റീജിയൻ. അപ്പൊ the curve C is positively oriented since if we traverse C1 in a counterclockwise direction and C2 in a clockwise direction, the region R is always to the left. പറഞ്ഞ പ്രോപ്പർട്ടീസ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് ഗ്രീൻ സ്റ്റിയർ അപ്ലൈ ചെയ്യാമെന്ന് എനിക്ക് തോന്നുന്നു. ഇനി നമ്മൾ ഇവിടുത്തെ Pയും Q എന്താണ് ക്വസ്റ്റ്യനിൽ നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത് എന്താണ്? ഈ ലൈൻ ഇന്റഗ്രലാണ് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യേണ്ടത് അല്ലെ? അപ്പൊ ഇതാണ് നമ്മുടെ P, ഇതാണ് നമ്മുടെ Q അല്ലെ? അപ്പൊ നമുക്ക് അതിൽ ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ എഴുതാം. ലെറ്റ് P equal to -y/x² + y², Q equal to x/x² +
വൈ സ്ക്വയർ. ഇനി നമുക്ക് ആവശ്യമുള്ളത് ഡോ പി ബൈ ഡോ വൈയും ഡോ ക്യൂ ബൈ ഡോ എക്സും. ഡോ പി ബൈ ഡോ വൈ then ഡോ പി ബൈ ഡോ വൈ ഈക്വൽ ടു വിത്ത് റെസ്പെക്ട് ടു വൈ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഡോ ബൈ ഡോ വൈ ഓഫ് മൈനസ് വൈ ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. നമ്മൾ കോഷ്യന്റ് റൂളാണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. ആദ്യം ഡിനോമിനേറ്റർ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് മൈനസ് വൈ മൈനസ് വൈ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ഇതൊരു 2y ഡിവൈഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഓൾ സ്ക്വയർ. അപ്പോൾ ഇവിടെ നമുക്ക് 2y സ്ക്വയറും ഇവിടെ വൈ സ്ക്വയറും കിട്ടും. അപ്പോൾ എന്ത് കിട്ടും? 2y സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ എന്ന് പറയുന്നത് വൈ സ്ക്വയർ ആണ്. അപ്പോൾ വൈ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഓൾ സ്ക്വയർ കിട്ടി. ഇതുപോലെ ഡോ ക്യൂ ബൈ ഡോ എക്സ് കണ്ടുപിടിക്കാം. ഡോ ക്യൂ ബൈ ഡോ എക്സ് എന്ത് വരും? ഡോ ക്യൂ ബൈ ഡോ എക്സ് ഈക്വൽ ടു ഫസ്റ്റ് ഡിനോമിനേറ്റർ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ 1 മൈനസ് എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇതൊരു 2x ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഓൾ സ്ക്വയർ. ഇവിടെ മൈനസ് 2x സ്ക്വയർ എന്ന് വരും. അപ്പോൾ എക്സ് സ്ക്വയർ മൈനസ് 2x സ്ക്വയർ എന്ന് വരുമ്പോൾ മൈനസ് എക്സ് സ്ക്വയർ വരും. അപ്പോൾ ഇവിടെ വൈ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഓൾ സ്ക്വയർ. അപ്പോൾ ഇപ്പോൾ നമുക്ക് കിട്ടിയേക്കുന്ന ഡോ പി ബൈ ഡോ വൈയും ഡോ ക്യൂ ബൈ ഡോ എക്സും ഒക്കെ ഈക്വൽ ആണ് അല്ലേ? പിന്നെ നമുക്ക് ഗ്രീൻസ് തിയറി അപ്ലൈ ചെയ്യണമെങ്കിൽ ഒരു കണ്ടീഷൻ ഉണ്ടായിരുന്നു. പി ക്യൂ അതുപോലെ അതിന്റെ പാർഷ്യൽ ഡെറിവേറ്റീവ്സും കണ്ടിന്യൂസ് ആണ്. റീജിയൻ 6 കണ്ടിന്യൂസ് ആണെങ്കിൽ നമുക്ക് ഗ്രീൻസ് തിയറി അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. നമുക്ക് പറയാം സിൻസ് പി ക്യൂ ആൻഡ് ഇറ്റ്സ് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ആർ കണ്ടിന്യൂസ് ഓൺ ആർ by Green's theorem for regions with holes we get integral over c minus y by x square plus y square dx plus x by x square plus y square dy equal to integral over c പി ഡി എക്സ് പ്ലസ് ക്യൂ ഡി വൈ ആണ്. പി ആയിട്ട് നമ്മളിത് എടുത്തു, ക്യൂ ആയിട്ട് ഇതെടുത്തു. അത് ഗ്രീൻസ് തിയറം വെച്ച് എന്തിനോട് ഈക്വൽ ആണ്? ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ ഡോ ക്യൂ ബൈ ഡോ എക്സ് മൈനസ് ഡോ പി ബൈ ഡോ വൈനോട് ഈക്വൽ ആണ് അല്ലേ? ഇതിനോട് ഈക്വൽ ആണ്. അപ്പോൾ ഇവിടെ നമ്മുടെ ഡോ പി ബൈ ഡോ എക്സും ഡോ ക്യൂ ബൈ ഡോ എക്സും ഡോ പി ബൈ ഡോ വൈയും കണ്ടുപിടിച്ചു. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇതിന്റെ വാല്യൂ എന്താണ്? വൈ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഓൾ സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഓൾ സ്ക്വയർ ഡി എ. ഇത് രണ്ടും സെയിം ആയതുകൊണ്ട് ഡിഫറൻസ് എന്തായി മാറി? 0 ആയി. അപ്പൊ നമ്മുടെ ആൻസർ എന്താണ്? 0 ആണ്. 90 ഡിഗ്രി 0 ആയതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് എളുപ്പത്തിൽ കിട്ടി. അല്ലെങ്കിൽ ഇത്രയും കൂടെ സ്റ്റെപ്പ് ഉണ്ടാവുമായിരുന്നു. ജസ്റ്റ് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ട വരും. അതുപോലെ റീജിയനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യേണ്ടതും ആയിട്ട് വരുമായിരുന്നു. അപ്പൊ ഇവിടെ 0 ആയതുകൊണ്ട് നമുക്ക് അതിനുള്ള ആവശ്യം വന്നിട്ടില്ല. നമുക്കിനി അടുത്ത ക്ലാസ്സിൽ വേറൊരു റിമാർക്കും അതിന് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലം ചെയ്ത് നോക്കാം.